ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു ചായ മാത്രം മതി. പക്ഷെ ചമ്മന്തി ഉണ്ടായതുകൊണ്ട് ഞാൻ ചമ്മന്തി കൂടെ കാണിക്കുന്നു മാത്രം. ഹായ് ഗൈസ്, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടയാണ്. ഉഴുന്നുവടയൊക്കെ നമ്മൾ ക്വാറന്റൈൻ കോവിഡിൻ്റെ ആദ്യ സമയത്ത് നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതാണല്ലോ. ഉഴുന്നുവടയും ഞാനും ഒക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അപ്പം ഒരു വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വടയാണ് റവ വട. റവ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റവ വടയുടെ അളവ് ഈ ഒരു കപ്പാണ്. ഈ ഒരു കപ്പിൻ്റെ സൈഡിലോട്ട് കാണിച്ചേ, എത്രയാണ് അതിൻ്റെ അളവ് കാണിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒരു കപ്പ്, നമ്മൾ ഈ കപ്പ് മെഷർമെൻറ്റ് കപ്പിലെ ഏറ്റവും വലിയ കപ്പ്, ഒരു കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഈ ഒരു കപ്പ് റവ എടുക്കുമ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിക്കണം ആ പാത്രത്തിന് തന്നെ. അത് ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ ആയാലും നമ്മൾ അതിൻ്റെ ഇരട്ടി എടുക്കണം, അതാണ് കണക്ക്. അപ്പോൾ പിന്നെ അത് ഞാൻ ഇനി പുറമേ കാണിക്കാം. ഇത് കണ്ടോ, ഇനി ഇതിന് വേണ്ട സാധനങ്ങളാണ് ഒരു ഇടത്തരം ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഇഞ്ചി ചതച്ചത് അങ്ങ് കുഴഞ്ഞു പോയി, പിന്നെ ജീരകം, ഒരു വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം എടുത്തുള്ളൂ. ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല പച്ചമുളക് ഇതിൽ കടിക്കുന്നതിൽ. പിന്നെ കുരുമുളക് ചതച്ചത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ബാക്കി ഇനി കാണിക്കാം. ഈ ഒരു കപ്പിനാണ് ഞാൻ റവ അളന്നത്. ആ റവയാണ് ഇരിക്കുന്നത്, ഇനി വൃത്തിയില്ല എന്നും പറയരുത്. അതിന് 2 കപ്പ്, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പിൽ തന്നെ കാണിക്കുന്നത്. 1 കപ്പ്, 2 കപ്പ്, 2 കപ്പ് വെള്ളം. അത് തിളക്കട്ടെ. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഏതെണ്ണ. ഞാനിപ്പോൾ 2 സ്പൂണായിട്ട് അളന്നില്ല, ഒരു കണക്കിലങ്ങ് ഒഴിച്ചതാണ്. പിന്നെ നമ്മുടെ വടക്ക് ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് ഉപ്പിടരുത് റവ അങ്ങ് ഭയങ്കര സോഫ്റ്റ് ആവുന്ന സാധനം, അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർക്കാം. ഇപ്പം ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് എടുത്തിടരുത്. അപ്പം ഇത് തിളയ്ക്കുമ്പോൾ തന്നെ തിളക്കട്ടെ. അപ്പോൾ പറയാം. നമ്മളിത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഈ സവാള ഇട്ട് കൊടുക്കണം. സവാള ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇഞ്ചി, ഇതൊഴിച്ച് ഈ മല്ലിയില ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും അങ്ങിട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ സവാളയ്ക്ക് പിന്നെ വേറെ വേവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നല്ലപോലെ തിളക്കട്ടെ. നമ്മുടെ ഇത് നല്ലപോലെ തിളച്ച് ഇനി ഇതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണേ. നന്നായി ഇളക്കിയത് ഈ വെള്ളം പറ്റിച്ചെടുക്കണം. നമ്മൾ ഇപ്പോൾ മല്ലിയില ഇടരുത്, കാരണം അങ്ങ് വെന്തളിഞ്ഞു പോവും മല്ലിയില. മഞ്ഞളൊക്കെ ഇട്ട് കാണാനൊക്കെ ഒരു രസമുണ്ടല്ലേ അതിനാ. അതെ, ഇതുപോലെ വെള്ളം എല്ലാം അങ്ങ് വറ്റിച്ചെടുക്കണം. ഇതുപോലുള്ള സ്നാക്സ് ആമി ഇല്ലാത്തപ്പോൾ മാത്രം ഉണ്ടാക്കിയാൽ മതി. അതെ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. നല്ലത് നായിക്ക് ചെയ്തില്ല, എല്ലാത്തിനും കുറ്റം. ഏമി ഇനി നമുക്കിത് ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ആ പാത്രത്തിലോട്ട് നീക്കിയിടട്ടെ. നമ്മൾ തണുക്കാൻ വെച്ച് ഇനി ചൂടൊന്ന് മാറട്ടെ. ആവി പോകുന്ന കണ്ടോ? ആവി പോകുന്ന കാണാവോ അതിനെ? ദേശം ചൂടൊന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം.
ഇനിയിപ്പോ നമ്മളത് ഒന്ന് ഒരുവിധം തണുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ മല്ലിയില ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കുഴച്ചെടുക്കുക. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി. ഉപ്പൊക്കെ കുറവാ, ഞാൻ കഴിച്ചു നോക്കി. ഇതിപ്പോ ഞാൻ 250 ml കപ്പിലാണ് എടുത്തത്. കപ്പിന്റെ അളവ് അപ്പം ഞാൻ നോക്കിയപ്പോ കണ്ടില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോ ആ കപ്പിലുണ്ടായിരുന്നു. അതെ, അതിൽ എത്ര വട ഉണ്ടാവുമെന്ന് എണ്ണണോന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഇതിപ്പോ ഇങ്ങനെ തന്നെ തിന്നാൻ ടേസ്റ്റാന്നും പറഞ്ഞിട്ട് മുഴുവനും തിന്നു. ഇപ്പൊ കുറച്ചേ ഉള്ളൂ. വട തരില്ല എന്നാണോ? അല്ല, പറഞ്ഞു. ശരി, നിർത്ത്. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇനി കൈയൊക്കെ കഴുകി ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തുടച്ചിട്ട് വേണം ഇതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് നമ്മുടെ ഉഴുന്ന് ഇരിക്കുന്ന പോലെ ഇരിക്കില്ല. ഇത് സാധാരണ അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ വേണം. കൈ ചൂണ്ടാണി വിരലിങ്ങനെ വേണം ഈ ഹോൾ ഉണ്ടാക്കാൻ. അപ്പോഴൊക്കെ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇതായി പോവാതെ ശ്രദ്ധിച്ചോണം, പൊട്ടിപ്പോവാതെ. അതിന് തിന്നേൻ്റെ ബാക്കിയാണേ. ഇനി നമുക്കിതെല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം. എല്ലാം കൂടെ 14 എണ്ണം ഉണ്ട്. 10, 16, 20 എണ്ണം വേണ്ടതാണ് മൊത്തം. അതിനെ കഴിച്ചു. ഒന്ന് നോക്കട്ടെ. നല്ല തിളച്ച എണ്ണയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യത്തെ വട ഇട്ടു. കുറച്ചു നേരം കഴിഞ്ഞിട്ടെല്ലാം മുഴച്ച വടയുടെ പരുവത്തിൽ. 5ാമത്തെ വട ഇട്ടു. അവിടെ മാറ്റി പിടിക്കാൻ ഇടട്ടെ. 3ാമത്തെ വട ഇട്ടു. പറക്ക് കയറി വന്നേ. നിന്റെ നേരത്തെ വീഴിച്ചല്ല, വേറെ കാര്യമൊന്നും. എന്റെ കൈ കൊള്ളുമെന്ന് കൊല്ലും ഞാൻ തന്നെ. എന്നെ കിടന്നാലും ഭംഗിയിട്ടല്ലേ കാണാൻ. നോക്ക്, നല്ല തിളച്ച എണ്ണയിൽ നിന്ന് തന്നെ ഇത് കോരിയെടുക്കണം. അതായത് എണ്ണ പിടിക്കും. തിളച്ച എണ്ണയിൽ നിന്ന് തന്നെ കോരിയെടുക്കണം. ഓക്കെ, ഒരു ട്രിപ്പ് എടുത്തു. ഇനി അടുത്ത ട്രിപ്പ് ഇവിടെ പൊരിച്ചെടുക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ വടയെല്ലാം റെഡിയായി. നല്ലപോലെ മൂത്തു. ആദ്യം ഇട്ടത് തെറിച്ചു പോയി. ഇനി ഞാൻ ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കാവേ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്, പുറമേ നല്ല അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല കരിമുരാന്ന്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ടാറ്റാ. ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു ചായ മാത്രം മതി. പക്ഷെ ചമ്മന്തി ഉണ്ടായതുകൊണ്ട് ഞാൻ ചമ്മന്തി കൂടെ കാണിക്കുന്നു മാത്രം.